everyone, welcome to Ed-Gaadi. I am Nadiha and I'll be your data science course specialization instructor. World Economic Forum's latest report pragaram around 22% jobs are Indian നഷ്ടപ്പെടാൻ പോകുന്നത്. ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ 22% jobs നമുക്ക് നഷ്ടമാകും. ഇത് വേൾഡ് വൈഡ് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 1.4 crores ജോബ് ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇതിന് കാരണമായിട്ട് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത് രണ്ട് റീസൺസ് ആണ്. ഒന്ന്, വീക്കനിങ് ഓഫ് ദി എക്കണോമി, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് അഡോപ്ഷൻ ഓഫ് ടെക്നോളജീസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ജീവിക്കുന്നത് AI-യുടെ എവല്യൂഷൻ കാണുന്ന ഒരു എറയിലാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ChatGPT, സ്റ്റേബിൾ ഡിഫ്യൂഷൻ, അങ്ങനെ പലതരത്തിലുള്ള AI ടൂൾസ്, അതും ഓരോ ടൂളിനേക്കാളും ബെറ്റർ ആയിട്ട് വരുന്ന AI ടൂൾസ് ആണ് ഡെയിലി റിലീസസ് വരുന്നത്. ആൻഡ് ഐ എം വെരി ഷുവർ ദാറ്റ് നമ്മൾ എല്ലാവരും ChatGPT പോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. സോ ഇങ്ങനെയുള്ള ടൂൾസ് ഡെയിലി റിലീസ് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ക്ലറിക്കൽ ജോബ്സ് ആയ ലൈക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ജോബ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ ജോലി നഷ്ടപ്പെടാൻ ഒരു വലിയ ചാൻസ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഡേറ്റ സയൻറ്റിസ്റ്റ് ആൻഡ് റിലേറ്റഡ് റോൾസ് ലൈക്ക് ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയേഴ്സ്, AI സ്പെഷ്യലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നീ ജോബ് റോൾസ് ഒക്കെ അറൌണ്ട് 30% ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഷിഫ്റ്റിംഗ് ടു എ ഡേറ്റ സയൻസ് റിലേറ്റഡ് റോൾ മൈറ്റ് ഗ്യാരണ്ടി യു എ സെക്യൂർ ജോബ്. സോ എന്താണ് ഹാർവേഡ് ബിസിനസ് റിവ്യൂ പറഞ്ഞ 21st സെഞ്ച്വറിയിലെ സെക്സിയസ്റ്റ് ജോബ് വിച്ച് ഇസ് എ ഡേറ്റ സയൻറ്റിസ്റ്റ്? സോ സിംപ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, എ ഡേറ്റ സയൻറ്റിസ്റ്റ് ഇസ് സംവൺ who can uncover the hidden facts within data and deliver insights, products or business based solutions. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കോഫി ഷോപ്പ് റൺ ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഡേറ്റ ഉണ്ട്, പ്രീവിയസ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും നിങ്ങൾ അവിടെ നിങ്ങളുടെ കസ്റ്റമറായിട്ട് വരുന്ന ആൾക്കാരുടെ നിന്ന് കുറച്ച് സർവേസും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളുടെ സെയിൽസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വരുവാണ്. നിങ്ങളുടെ ഡേറ്റ ഉണ്ട്, പക്ഷേ നിങ്ങൾ ആ ഡേറ്റ കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ സെയിൽസ് കുറയുവാണ്, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല. നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ഒരു ഡേറ്റ സയൻസിനെ കൺസൾട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. ഈ ഡേറ്റ സയൻറ്റിസ്റ്റ് നിങ്ങളുടെ ഈ ഡേറ്റ എടുത്തിട്ട് അത് അനലൈസ് ചെയ്ത് അതിൽ ഇൻസൈറ്റ്സ് എടുത്തിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സജഷൻസ് ആയിട്ടോ ഒരു സൊല്യൂഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. സേ ഫോർ എക്സാമ്പിൾ, ഒരു ഡേറ്റ സയൻറ്റിസ്റ്റിന് അറിയാം നിങ്ങളുടെ കോഫി ഷോപ്പ് ഇരിക്കുന്നത് സേ ഫോർ എക്സാമ്പിൾ ടെക്നോ പാർക്കിനടുത്താണ്. അപ്പോൾ ടെക്നോ പാർക്കിന് അടുത്തായതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കുമല്ലേ അവിടുത്തെ ആൾക്കാരെല്ലാവർക്കും ഒരു ഓൾമോസ്റ്റ് ഒരു 6 o'clock കഴിയുമ്പോഴത്തേക്കും മിക്കവരുടെയും ജോലി കഴിഞ്ഞ് എല്ലാവരും പോകുന്നൊരു ടൈമായിരിക്കും. അപ്പോൾ എല്ലാവരും മേ ബി ഒരു കോഫിയൊക്കെ കുടിച്ചിറങ്ങാമെന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഈ കോഫി ഷോപ്പ് അടുത്തിരിക്കുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ ഒരു ജോഗ്രഫിക്കൽ ഡേറ്റ ഉണ്ടെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റിന് ആക്ച്വലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൈമിലായിരിക്കും ആൾക്കാർ വരുന്നത്. സോ ഗീവ് ദം സം ഡിസ്കൗണ്ട്, ഒരു ഹാപ്പി അവർ പോലെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടുത്തൊരു സ്കൂളുണ്ട്, അപ്പോൾ അവിടെ വരുന്ന കാറ്റഗറി എന്തായിരിക്കും, കൂടുതലും കുട്ടികളായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്തായിരിക്കും, അവരുടെ കയ്യിൽ എന്തായാലും അവർ ഏൺ ചെയ്യുന്നവരായിരിക്കത്തില്ല അല്ലേ. അപ്പോൾ അവർക്ക് എന്തായാലും കുറച്ച് ഡിസ്കൗണ്ട്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോഴായിരിക്കും അവർ കൂടുതലും വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് മാത്രമായിട്ട് കുറച്ച് ഡിസ്കൗണ്ട്സ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ, ഇങ്ങനെയുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ നിങ്ങളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ അവരായിട്ട് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു ഡേറ്റ സെറ്റും വേണം. സോ ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മുടെ റിയൽ ലൈഫ് ഡേറ്റ ആൻഡ് റിയൽ ലൈഫ് ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് ഇതൊന്നുമല്ല, ഇത്ര സിമ്പിളല്ല, ഇത് നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. സേ ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് ഡൊമെയിൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഡൊമെയിൻ എടുക്കുകയാണ്, ഇ-കൊമേഴ്സ് ഡൊമെയിൻ, എൻ്റർടൈൻമെൻറ്റ് ഡൊമെയിൻ, ഇൻഷുറൻസ് ഡൊമെയിൻ, ഇങ്ങനെയുള്ള പല ഡൊമെയിൻസിലും ഇന്ന് AI-യും ഡേറ്റ സയൻസും വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുവാണ്. ഇവിടെയൊക്കെയുള്ള ഇത്രയും ഡൊമെയിൻസിലുള്ള പ്രോബ്ലംസും ഇത്ര സിമ്പിളും ആയിരിക്കത്തില്ല. സോ അവരുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, അവരുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ സയൻസും AI-യും മെഷീൻ ലേണിംഗ് ടൂൾസും ഒക്കെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് റിസൾട്ട് ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഡേറ്റ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കോൺസെപ്റ്റാണ് ഡേറ്റ സയൻസ് വെൻ ഡയഗ്രാം. സോ ഡേറ്റ സയൻസ് വെൻ ഡയഗ്രത്തിലുള്ളത് നമുക്ക് എന്തൊക്കെ സ്കിൽസ് വേണമെന്നുള്ള ഒരു ഐഡിയ ആണ്. സോ അതിന് വേണ്ടത് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് സ്കിൽസ്, മാത്സ് സ്കിൽസ്, ഡൊമെയിൻ നോളജ്. സോ മാത്തിൻ്റെ കാര്യം നമ്മൾ പറയുവാണ്, മാത്തമെറ്റിക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഒരാൾക്ക് ക്ലിയർലി നല്ലോണം ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഡേറ്റ സയൻസ്. സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നമ്മൾ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടായിരിക്കും, പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ കുറച്ചൊരു അഡ്വാൻസ് ടോപ്പിക്സ് ആണ് ഡേറ്റ സയൻസിൽ വരുന്നത്.
ഈവൻ തോ അതിൻ്റെ അത്ര ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നില്ലെങ്കിലും നമുക്കത് വേറെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു കോഡിംഗ് സ്കിൽസിൽ അത് മേക്കപ്പ് ചെയ്തോണ്ട് മതി. കാരണം നമ്മൾ ആരും ഡയറക്റ്റ്ലി ഈ മാത്സ് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ ഓൾറെഡി അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അതൊക്കെ ഓൾറെഡി ആൾക്കാർ കോഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് അറിയണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അത് യൂഷ്വലി കുറേ നമ്മൾ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് മാത്തിൽ ഈ കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾ എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അടുത്ത സ്കിൽസ് കമ്പ്യൂട്ടർ സയൻസ് സ്കിൽസ്. സോ കമ്പ്യൂട്ടർ സയൻസ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് കോഡിങ് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്കതൊരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ബട്ട് നമ്മളുടെ ഡേറ്റാ സയൻസിൽ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടൊരു ലാംഗ്വേജ് ആണ്, വിച്ച് ഇസ് കോൾഡ് പൈത്തൺ. പൈത്തൺ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പോലും പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഡൊമെയിൻ എക്സ്പെർട്ടൈസ്. സോ ഡൊമെയിൻ എക്സ്പെർട്ടൈസ് നമ്മൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ദിസ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അക്കാഡമി. ഇപ്പം നമ്മൾ അക്കാഡമിയിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും പ്രാക്ടിക്കലായിട്ടൊരു നോളേജ് നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലേ. നമ്മൾ കുറേ സബ്ജക്ട്സ് പഠിക്കുന്നു, നമ്മളത് കാണാതെ പഠിക്കുന്നു. പക്ഷെ നിങ്ങളൊരു ജോലി ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കാണാതെ പഠിച്ചു പോയി ഒരാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതല്ല ഒരു ജോലി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കൊരു ടാസ്ക് തരും, നിങ്ങൾക്ക് ഏത് ടാസ്ക് ആയിരിക്കും, ആ ടാസ്ക് ഒക്കെ ഒരു ഡൊമെയിൻ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇപ്പം ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഡേറ്റ എല്ലാം ബാങ്കിങ് റിലേറ്റഡ് ഡേറ്റയാണ്. അതിൽ നിന്നും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനാരിയോയാണ് ഞാനിപ്പോൾ ഒരു ഹെൽത്ത് കെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഡേറ്റ ഫുൾ മാറും. അപ്പോൾ എനിക്കൊരു ഡൊമെയിൻ അണ്ടർസ്റ്റാൻഡിങ് വേണം, ഞാൻ എന്ത് കൈൻഡ് ഓഫ് ഡേറ്റയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ അതാണ് ഡൊമെയിൻ എക്സ്പെർട്ടൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡൊമെയിൻ എക്സ്പെർട്ടൈസിൻ്റെയും മാത്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. അപ്പോൾ ഈ രണ്ട് സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് നടത്താൻ പറ്റും. അതുപോലെ തന്നെ മാത്സിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് മെഷീൻ ലേണിംഗ്. സോ ഇപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഒരു മെഷീൻ ലേണിംഗ് മോഡലിനെ ബേസ് ചെയ്ത് റൺ ചെയ്യുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ ML എന്താണെന്ന് അറിയണം, മെഷീൻ ലേണിംഗ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയണം, അതിൽ എന്തൊക്കെയാണ് മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആൻഡ് ഏത് അൽഗോറിതം എവിടെ യൂസ് ചെയ്യണം എന്നുള്ളൊരു അറിവ് നമുക്ക് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസ് സ്കിൽസിൻ്റെയും നമ്മുടെ ഡൊമെയിൻ എക്സ്പെർട്ടൈസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. സോ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേറ്റാ സെറ്റ് ഉണ്ട്, ഒരു ബാങ്കിങ് റിലേറ്റഡ് ഡേറ്റാ സെറ്റ് ഉണ്ടെന്ന് വെച്ചോ. അത് എങ്ങനെയൊക്കെ പ്രീ പ്രോസസ്സ് ചെയ്യാം, അതെനിക്ക് പ്രീ പ്രോസസ്സ് ചെയ്യുന്നത് ഞാൻ ഒരു കമ്പ്യൂട്ടർ സ്കിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ ഒരു SQL ക്വറി വെച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പല ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം, വിച്ച് ഇസ് ഓൾസോ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സ്കിൽസ്. പക്ഷേ അതിൻ്റെ ഡൊമെയിൻ നോളേജ്, ബാങ്കിങ് ഡേറ്റാ സെറ്റ് എങ്ങനെയാണ്, എന്താണ് അതിലുള്ള കോളംസ് എന്നൊക്കെ അറിയേണ്ടത് എൻ്റെ ഒരു ഡൊമെയിൻ എക്സ്പെർട്ടൈസ് ആണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് സ്കിൽസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ഡേറ്റാ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്കുള്ളത്. സോ ഈ ഇത്രയും സ്കിൽസിൻ്റെ ഒരു ഇൻ്റർസെക്ഷനാണ് ആക്ച്വലി ഡേറ്റാ സയൻസ്. ഒരു ആവറേജ് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആസ് എ ഫ്രഷറിന് എത്രത്തോളം സാലറി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഇത് ഞാൻ പറയുന്നത് നൗക്രിയിലെയും ഗ്ലാസ്ഡോർ ഇൻസൈറ്റ്സിൻ്റെയും വെച്ചിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ്. ഒരു ആവറേജ് ഡേറ്റാ സയൻറ്റിസ്റ്റ് ഹൂസ് എ ഫ്രഷർ, ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ ഫ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് 0 years ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ്. ഒരിക്കലും ഇതിന് മുന്നേ ഒരിടത്തും വർക്ക് ചെയ്തിട്ടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ആവറേജ് പേ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം 5 lakhs per annum to 12 lakh per annum ആണ്. സോ ഇതിൽ മിക്കവരും ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 8 LPA വരെ നമുക്ക് ആക്ച്വലി ഈസിലി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു സ്റ്റുഡൻറ്റ് ഹൂ ഈസ് ലുക്കിംഗ് ഫോർ എ ഡേറ്റാ സയൻസ് റോൾ ആസ് എ ഫ്രഷർ. ഇത് മാത്രമല്ല നമുക്ക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഇത് മാറും. ഇപ്പോൾ എക്സെപ്ഷണൽ ടാലൻസിനൊക്കെ ദർ ആർ പീപ്പിൾ ഹു ഹാവ് ഗോട്ട് 40 LPA ആസ് എ ഫ്രഷർ ഫോർ എ ഡേറ്റാ സയൻസ് റോൾ. ഓക്കെ, ആൻഡ് ഇത് സബ്ജക്റ്റഡ് ടു യുവർ ഡൊമെയിൻ, നമ്മൾ ഏത് ഡൊമെയിനിലാണ് പോകുന്നത്. സി ഫോർ എക്സാമ്പിൾ ഇപ്പം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ലൈക്ക് സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ പേസ് കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ എ സർവീസ് ബേസ്ഡ് കമ്പനി ലൈക്ക് TCS ഓർ ഇൻഫോസിസ്. സോ ഇതൊക്കെ സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് കണ്ടീഷൻസ് ആണ്. ആൻഡ് ഇതിപ്പോൾ ഒരു റിസഷൻ വരുമ്പോഴത്തേക്കും എഫക്റ്റ് ആവും. ബട്ട് സ്റ്റിൽ ഒരു ആവറേജ് റേഞ്ച് എന്നൊക്കെ പറയുന്നത് അറൗണ്ട് 5 lakh per annum to 12 lakh per annum ആണ്. ആൻഡ് ഇതിപ്പം നമുക്കൊരു ജോലി നോക്കുന്ന ഒരാൾക്ക് മാത്രമല്ല, സപ്പോസ് ദാറ്റ് ഇപ്പോൾ പലരും പുറത്ത് പോയി ഒരു ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. സേ ഫോർ എക്സാമ്പിൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാർ. ആൻഡ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ് മാസ്റ്റേഴ്സ് ഇൻ ഡേറ്റാ സയൻസ്. ആൻഡ് അവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ പോകുന്നതിനെക്കാട്ടി നല്ലതായിരിക്കുമല്ലോ എന്തെങ്കിലും അറിഞ്ഞിട്ട് പോകുന്നത്. സോ അങ്ങനെയുള്ളവർക്കും ഈ ഡേറ്റാ സയൻസ് കോഴ്സ് സ്പെഷ്യലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് വേണ്ട ബേസിക് സംഭവങ്ങൾ ആൻഡ് ടു ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ പ്രൊജക്റ്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So once again, welcome to the Data Science Specialization course.